ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. സാനന്ദരൂപം സകല പ്രമാണം ആനന്ദഘാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു ജഗൽ സ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാചാര്യപാദം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലപ്പുറം ഡിസ്ട്രിക്റ്റില് തിരൂർ താലൂക്കിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. 1500 600 ആണ്ടുകളിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് എല്ലാ ദേശാടനങ്ങളും കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗ്രാമത്ത് വരികയും അവിടെ ഗുരുമഠം സ്ഥാപിച്ച് അവിടെ വിശ്രമം കൊള്ളുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. ശരിയായിട്ടുള്ള ഒരു വർഷം എവിടെയും പരാമർശിക്കുന്നതായി, അദ്ദേഹത്തിന്റെ ജനന സമയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായി കാണുന്നില്ല എന്നുള്ളതാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛൻ തന്നെയാണ്. കാരണം 30 വട്ടെഴുത്തുക്കൾ മാത്രമാണ് മലയാളത്തിൽ ആദ്യമുണ്ടായിരുന്നത്. അതിനെ 51 അക്ഷരങ്ങളിലാക്കി വിപുലീകരിച്ചത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. പ്രാചീന കവിത്രയം എന്ന് പറയുമ്പോൾ 3 ശ്രേഷ്ഠരായ കവികൾ. അപ്പൊ പ്രാചീന കവിത്രയത്തില് ഒരാളായിരുന്നു എഴുത്തച്ഛൻ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരിയും 15-16 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്ന എഴുത്തച്ഛനും 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാരുമാണ് പ്രാചീന കവിത്രയങ്ങൾ. ഏറ്റവും വിശേഷ്യമായ ഒരു അലങ്കാരം എഴുത്തച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ എന്നുള്ളതാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്? കിളിയെ കൊണ്ട്, കിളി എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ കിളി എന്ന വാക്കിന് അർത്ഥം പാരറ്റ്, തത്ത, ശുഖ എന്ന് സംസ്കൃതത്തിലും കിളി എന്ന തമിഴ് പദമാണ്. മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ തത്ത എന്ന് പറയും, ഇംഗ്ലീഷിൽ പാരറ്റ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇതിനാണ് സംസാരിക്കാനുള്ള കഴിവുള്ള ഒരു പക്ഷി എന്നതാണ്. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് ശുഗമഹർഷിയാണ് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പൊ എഴുത്തച്ഛൻ ഏതാണ് ഉദ്ദേശിക്കുന്നത്, ആരെ സ്മരിച്ചപ്പോ ശുഗ മഹർഷിയെ സ്മരിച്ചുകൊണ്ടാണോ എന്നാണ്, അങ്ങനെയാണോ കിളിപ്പാട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് എന്ന് പറയാൻ നമുക്കറിയില്ല. അത് എഴുത്തച്ഛന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. കവികൾക്ക് കണ്ണു തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അവർ കിളിയുടെ പേരിൽ അവർ എഴുതുകയും ചെയ്തു. അങ്ങനെ ഒരു ശീലം കൂടെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ എഴുത്തച്ഛൻ എന്തായാലും ആ ഒരു രീതി ആയിരിക്കില്ല കിളിപ്പാട്ട് പ്രസ്ഥാനം സ്ഥാപിക്കാൻ കാരണമെന്ന് തോന്നുന്നു. പിന്നെ സ്നേഹം നിറഞ്ഞ ഒരു പക്ഷി കൂടെയാണ് ഈ കിളി എന്ന് പറയുന്നത്. അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രസ്ഥാനം അദ്ദേഹം രൂപീകരിച്ചത്. കാരണം അതിൽ അധ്യാത്മ രാമായണം വളരെ പ്രസിദ്ധി നേടിയ അദ്ദേഹത്തിന്റെ ഒരു കാവ്യങ്ങളിൽ ഒന്നാണ്. എന്താണ് അതിൽ ആദ്യത്തെ ശ്ലോകം? രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകം എന്താണ്? ശ്രീരാമചരിതം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഇങ്ങനെയാണല്ലേ ആദ്യമായിട്ടുള്ള ശ്ലോകം രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ പറയുന്നത്. കാരണം എഴുത്തച്ഛൻ ജീവിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ഭക്തിക്ക് ക്ഷതം സംഭവിച്ച ഒരു സമയമായിരുന്നു. അപ്പൊ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണം, എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണത്തിലും വളരെ വ്യത്യസ്തതകളുണ്ട്. കാരണം എഴുത്തച്ഛൻ ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. വാൽമീകിയുടെ രാമായണത്തിൽ ശ്രീരാമൻ ഒരു മനുഷ്യനായി ജീവിച്ച് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് എങ്കിൽ അധ്യാത്മ രാമായണത്തിൽ എഴുത്തച്ഛൻ മഹാവിഷ്ണുവിന്റെ അവതാരമായ
ശ്രീരാമചന്ദ്രനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഭക്തിക്കാണ് പ്രാധാന്യം അവിടെ. നാരദ സ്തുതിയായാലും ബ്രഹ്മാവിന്റെ സ്തുതികൾ, ഓരോ കാണ്ഡങ്ങളിലും ധാരാളം സ്തുതികൾ വർണ്ണിക്കുന്നതായിട്ട് നമ്മളെല്ലാം ഒരു ഭക്തി പാരവശ്യത്തിലേക്ക് എത്തിക്കുവാൻ എഴുത്തച്ഛന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആ കാലഘട്ടത്തിന് അത് അനിവാര്യമായിരുന്നു എന്നുള്ളതാണ്. ഒന്നും ആധ്യാത്മിക കാര്യങ്ങളിൽ മുന്നേറി പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഭക്തിയിലൂടെ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവാം അദ്ദേഹം ഭക്തിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തത്. സംസ്കൃത ശ്രേഷ്ഠൻ തന്നെയാണ്. വാൽമീകിയുടെ രാമായണം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്ന ഒരു ലക്ഷ്യത്തോടെ ആ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതിയതാണ് അധ്യാത്മരാമായണം. അതുകൊണ്ട് സാധാരണയായ നമുക്ക് അല്പമെങ്കിലും രാമായണത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എഴുത്തച്ഛന്റെ ഈ രചനകളിലൂടെയാണ് എന്ന് നിസ്സംശയം പറയാം. ആ ഭക്തകവിയെ നമിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക്. ബുധകർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. അപ്പൊ ബുധകർമ്മയിലെ അധ്യാപനം എന്ന ഒരു ജോലി കൂടെ എടുക്കാം. കാരണം അറിവ് കൊടുക്കുന്ന എന്തും ബുധകർമ്മയിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ എന്തെല്ലാം അസുഖങ്ങളാണ് ബുധകർമ്മയുമായി ബന്ധപ്പെട്ടിട്ട് വരിക എന്ന് നോക്കാം. പ്രധാനമായും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവും. ബുധകർമ്മ നെഗറ്റീവായിട്ട് വരുമ്പോൾ ത്വക്ക് സംബന്ധമായ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാം. അത് പൂർവികമായിട്ട് ഉണ്ടായതാണോ, പൂർവികരിൽ നിന്ന് വന്നതാണോ, അവരുടെ ദോഷം കൊണ്ട് നമുക്ക് വരാവുന്നതാണ്. ഇല്ലെങ്കിൽ നാം മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങൾ കൊണ്ടും ആവാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജ്യോതിഷത്തിലൊരു സംശയവുമായി ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് ഒരു അമ്മ ഓൺലൈനിലൂടെ എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ അമ്മ പറയാണ്, അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പൂർവികമായിട്ട് ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ അമ്മ പറയാണ്, ഇതിനു മുമ്പും ഞാനൊരു അസ്ട്രോളജറെ കണ്ടിരുന്നു, അവരും ഇതുപോലെയാണ് പറഞ്ഞത്. 35 വയസ്സോളമായി മകൾക്ക്, വിവാഹം കഴിയാതെ ഇരിക്കുകയാണ്. അപ്പൊ അവരും ഇതുപോലെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു പരിഹാരവും ചെയ്യാൻ മകൾ തയ്യാറാവുന്നില്ല. കാരണം പൂർവികർ ചെയ്ത തെറ്റ് ഞാൻ എന്തിനാണ് പരിഹാരം ചെയ്യേണ്ടത് എന്നാണ് മകൾ പറയുന്നത് എന്ന് അമ്മ വിഷമത്തോടെ പറയുകയുണ്ടായി. ഇപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അപ്പൊ അവർ ഇരിക്കുന്ന വീടും അച്ഛനോ മുത്തച്ഛനോ സമ്പാദിച്ചിട്ടുണ്ടായതാണല്ലേ, അതുപോലെ തന്നെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസവും എല്ലാം നോക്കിയിരുന്നത് പൂർവികരാണ്. അച്ഛൻ്റെ കുടുംബത്തിലുള്ളവർ ഉൾപ്പെടെയുള്ളവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം അനുഭവിക്കുക, അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ നമുക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അമ്മ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ എന്ന് അവരെ സമാധാനിപ്പിച്ച് അയച്ചുവിടുകയുണ്ടായി. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പൂർവികർ ചെയ്തിട്ടുള്ള പാപം നാം എന്തിനനുഭവിക്കണം എന്നൊരു ചോദ്യം ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ സമ്പത്തും സുഖങ്ങളും ഐശ്വര്യങ്ങളും നമ്മിൽ വന്നു ചേരുമെങ്കിൽ തീർച്ചയായും അവർ ചെയ്തിട്ടുള്ള തെറ്റുകളും നാം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ്. ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്നും നമ്മുടെ അച്ഛനാണെങ്കിലും ഇല്ലെങ്കിൽ മുത്തശ്ശനാണെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ അമ്മ, ഏത് സ്ഥാനത്തുള്ളവരാണെങ്കിലും അധാർമികമായാണ് പണം സമ്പാദിക്കുന്നത് എങ്കിൽ നമുക്കൊരു പ്രായമാകുമ്പോൾ നമുക്കതിൽ നിന്നും മാറി നിൽക്കാവുന്നതാണ്. നമ്മുടെ യുക്തിക്കനുസരിച്ച് അങ്ങനെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യം എനിക്ക് വേണ്ട എന്ന് പറയാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാം ആ കർമ്മത്തിൽ നിന്നും വിമുക്തരാകും എന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നത് ഈ അറിവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് ആർക്കും കൊടുക്കാതെ ആ ഒരു നാരോ മൈൻഡായിട്ട് വെക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് ഒരു പാറ്റന്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. നമുക്കിതിന് പാറ്റന്റ് വേണം, നമ്മൾ ഇതാർക്കും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത്തരം അറിവുകൾ നമുക്ക് അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയല്ലേ നല്ലത്. അപ്പം അതിൽ ആവശ്യമില്ലാതെ അത്തരം ഒരു അനുഭവങ്ങൾ നമുക്ക് വരേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചു പോവുകയാണ്.
അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇനി കൂടുതൽ ബുധകർമ്മയുടെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ സഞ്ചരിക്കാം. നന്ദി, നമസ്കാരം.